ഞാൻ പെരുമ്പാവൂർ സി എ ആയിരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുള്ളതും അന്നത്തെ ഞാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കള്ളൻ ആണ് ബർമുഡ കള്ളൻ എന്നറിയപ്പെടുന്ന ആൾ. അയാൾ പിന്നീട് കുറുപ്പംപടി പോലീസിൻ്റെ പിടിയിലായി. ഞാൻ പെരുമ്പാവൂർ സി എ ആയിട്ട് ചെല്ലുമ്പോൾ അവിടെ ഞാൻ ചെന്നതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് അവിടെ കണ്ടന്തറ ഭാഗത്ത് ഒരു പ്ലൈവുഡ് കമ്പനി ഉടമസ്ഥൻ്റെ വീട്ടിൽ ഒരു മോഷണം നടന്നു. അപ്പോൾ ആ മോഷണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഏറ്റവും ബലമുള്ള നല്ലൊരു വീട്, അവിടെ ജനൽ കമ്പികൾ അറുത്ത് ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ വീടിൻ്റെ പ്രത്യേകത നല്ല ശക്തമായ വീടാണ്, വീട് അടച്ചുറപ്പുള്ള വീടാണ്. ആ വീടിൻ്റെ ഗ്രില്ലുകൾ അറുത്ത് മുറിച്ചിട്ടാണ് ഈ കള്ളൻ ഉള്ളിൽ കയറിയത്. സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരോടും അതുപോലെ തന്നെ സീനിയേഴ്സായ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഇതിൻ്റെ പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തും. അന്വേഷണത്തിൽ നല്ല പരിചയമുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിച്ചൊക്കെ അനുഭവപരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പലരും പ്രയോജനകരമായ പല വിവരങ്ങളും നമുക്ക് നൽകും. അപ്പോൾ ഈ കേസിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ സാധാരണ പോലീസ് അന്വേഷിക്കുന്ന രീതിയുണ്ട്, മോഡസ് ഓപ്പറാൻഡി സിസ്റ്റം, കുറ്റകൃത്യങ്ങളുടെ രീതി അനുസരിച്ചുള്ള അന്വേഷണം. അപ്പോൾ ഈ രീതി കണ്ടെത്തി ഈ രീതിയെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗ്രില്ല് മുറിച്ച് കുറ്റകൃത്യം നടത്തുന്ന ഒരു പ്രതി മാത്രമേ ഉള്ളൂ. അതൊരു പാലക്കാടുള്ള ഒരാളാണ്. പക്ഷേ അയാൾക്ക് ഇപ്പോൾ പ്രായമായി, അയാൾ ഇങ്ങനത്തെ ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയില്ല എന്ന ഒരു വിവരമാണ് ലഭിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മുമ്പ് പെരുമ്പാവൂർ സി എ ആയിരുന്ന ബൈജു പൗലോസ് എന്നെ വിളിച്ച്, ബൈജു പൗലോസിൻ്റെ കാലത്ത് ബൈജു പൗലോസ് പെരുമ്പാവൂർ സി എ ആയിരുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ 3-4 മോഷണങ്ങൾ നടന്നതായിട്ടും ബൈജു പൗലോസ് അതിനെക്കുറിച്ച് കുറേ അന്വേഷണങ്ങൾ നടത്തിയതായിട്ടൊക്കെ എന്നോട് പറഞ്ഞു. അതിൻ്റെ കുറേ CCTV ദൃശ്യങ്ങളും എല്ലാം ബൈജു പൗലോസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പ്രത്യേകത തന്നെ ഇയാളൊരു ബർമൂഡ ധരിച്ച് വരുന്ന ഒരു കള്ളനാണ്. ഇയാൾ 2 കാറുകളൊക്കെ വീടിന് മുന്നിലുള്ള നല്ല പണക്കാരുടെ വീട് നോക്കി മാത്രമാണ് അയാൾ മോഷണം നടത്തിയിട്ടുള്ളത്. ഇതുവരെയുള്ള എല്ലാ കേസുകളിലും അങ്ങനെ തന്നെയാണ്. അയാൾക്ക് മുഖം അയാൾ മൂടിയിരിക്കും, അതുപോലെ കയ്യിൽ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടാവും. അയാൾ എന്തോ ആയുധം കൊണ്ട് വന്ന് ഒന്നുകിൽ ഗ്രില്ല് മുറിച്ച് ഉള്ളിൽ കയറും, അല്ലെങ്കിൽ ഡോറിൻ്റെ ബോൾട്ടിനോട് ചേർന്ന ഭാഗം ഡ്രില്ല് ചെയ്ത് മുറിച്ചിട്ട്, കുറേ തുളകളിട്ട് ഡ്രില്ല് ചെയ്ത് മുറിച്ചിട്ട് ആ ഭാഗം തട്ടിക്കളഞ്ഞിട്ട് അതിൽ കൂടി കൈയിട്ട് ബോൾട്ട് തുറന്ന് അങ്ങനെയൊക്കെയാണ് അയാൾ മോഷണം നടത്തുന്നത്. എപ്പോഴും അയാളുടെ ഒരു ഇങ്ങനത്തെ ഗ്രിൽ ഈ അറക്കാനോ അല്ലെങ്കിൽ തുളയ്ക്കാനോ പറ്റുന്ന ആയുധങ്ങൾ അയാളുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ഒരു 3-4 കേസുകൾ ബൈജു പൗലോസ് സി എ ആയിരുന്ന സമയത്ത് തന്നെ പെരുമ്പാവൂർ നടന്നിട്ടുണ്ട്. എൻ്റെ ഈ സമയത്തുണ്ടായിരുന്ന ഈ കുറ്റകൃത്യത്തിലും ഈ രീതിയിലുള്ള മോഷണം തന്നെയാണ് നടന്നിരുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങളിങ്ങനെ അന്വേഷണം നടത്തി വരികയാണ്, ഈ കിട്ടിയ വിവരങ്ങളൊക്കെ അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ കണ്ടന്തറയുള്ള വീടിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. CCTV ദൃശ്യങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടിയില്ല. തുടർന്ന് അധികം താമസിക്കാതെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് മൂവാറ്റുപുഴ റൂട്ടിൽ MC റോഡിൻ്റെ സൈഡിൽ മലമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ തന്നെ അവിടെ ഒരു സ്പെയർ പാർട്സ് കട നടത്തുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു മോഷണം നടന്നു. ഗ്രില്ല് മുറിച്ച് തന്നെയാണ് മോഷണം നടന്നത്. അധികം താമസമല്ല, ഒരു 10-20 ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെ ഒരു ഗ്രില്ല് മുറിച്ച് ഉള്ളിൽ നടന്നു. അപ്പോൾ ആ സമയത്ത് ഈ നൊയമ്പ് കാലമാണ്. രാവിലെ ആ വീട്ടിലെ ഗ്രഹനാഥ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അപ്പുറം മുറിയിൽ ഒരാളുള്ളവർക്കും മനസ്സിലായി. പക്ഷേ അവർ വിചാരിച്ച് അവരുടെ ഭർത്താവായിരിക്കുന്നതാണ്. ഈ നൊയമ്പ് കാലമായതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റായിരിക്കുന്നു വിചാരിച്ചു. അവർ എന്തോ പറയുകയും ചെയ്തു. എന്നിട്ട് അവർ അടുക്കളയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായിട്ട് പറഞ്ഞത്. അവിടുന്ന് സ്വർണം മോഷ്ടിച്ചിട്ടുണ്ട്. മുൻവശത്തെ ഗ്രില്ല് മുറിച്ച് ഉള്ളിൽ കയറിയാണ് മോഷണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് കോതമംഗലം, കുറുപ്പംപടി ഇവിടെയെല്ലാം ഇതുപോലത്തെ ഉള്ള മോഷണങ്ങൾ 1-2 മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ രീതിയിലുള്ളൊരു കള്ളൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇതിനു മുമ്പുള്ള കുറ്റവാളികളുടെ വിവരമൊക്കെ ശേഖരിച്ച് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും യാതൊരു രീതിയിലുള്ള സൂചനയും കിട്ടിയില്ല. ഈ കുറ്റകൃത്യം എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നുള്ളൊരു പേടി, ഒരു ബോധ്യം എനിക്ക് വന്നു. അപ്പോൾ പെരുമ്പാവൂർ പോലെയുള്ളൊരു പോലീസ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ 24 മണിക്കൂറും 365 ദിവസവും പണിയാണ്. ബാക്കിയുള്ള സ്റ്റേഷനുകളിൽ
ഏകദേശം രാത്രി ഒരു 8 മണിയാകുമ്പോഴത്തേക്കും സ്ഥലത്ത് ആളുകളെല്ലാം കടകളെല്ലാം അടച്ച് അവിടുത്തെ ഏകദേശം ഒരു ഓഫ് മൂഡാവും. പക്ഷേ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പെരുമ്പാവൂർ ടൗണും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഏറ്റവും സജീവമാവുന്നത് രാത്രി സമയത്താണ്. 24 മണിക്കൂറും അവിടെ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ് MC റോഡ്. അപ്പോൾ ആ വഴിയിലും വാഹനങ്ങൾ കടന്നു പോവുകയും അതുപോലെ തന്നെ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പോലീസിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മുഴുവൻ സമയം പണിയാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ വരുമ്പോൾ, രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഏതെങ്കിലും വീട് കുത്തിപ്പൊളിച്ചു ആർത്ത് ആളുള്ളിൽ കയറി എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അങ്ങനെ ഈ കള്ളൻ വളരെ ഞങ്ങളെ കുഴക്കി, എന്നെ പ്രത്യേകിച്ച് കുഴക്കി. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നൈറ്റ് പട്രോളുണ്ട്. പക്ഷേ പല സ്ഥലത്തും ഈ മോഷണ ശ്രമമോ ഇതൊക്കെ എന്തെങ്കിലും നടക്കുമ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ വിവരം അറിയിക്കാൻ അവർക്ക് പറ്റുന്നില്ല. പോലീസ് അറിഞ്ഞു വരുമ്പോഴത്തേക്കും താമസിച്ചു വരുന്നു. അപ്പോൾ ഞാൻ ഞാനൊരു കാര്യം വിചാരിച്ചു. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും ഒരംഗത്തെയെങ്കിലും മെമ്പറാക്കി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങി. എന്നിട്ട് വൈകിട്ടൊരു 3 മണിയാകുമ്പോൾ അന്നത്തെ നൈറ്റ് ഓഫീസറുടെയും നൈറ്റിലെ ജീപ്പിൻ്റെ ഡ്രൈവറുടെയും കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നമ്പറുകൾ ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അവർ ഓരോ റെസിഡൻഷ്യൽ അസോസിയേഷനുകളും അതുപോലെയുള്ള സംഘടനകൾ, ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ, അതുപോലെ ഈ അസോസിയേഷനിലെല്ലാം അവർ ഇത് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ രാത്രി ഡ്യൂട്ടിയിലുള്ള ഓഫീസറുടെ നമ്പർ ഒട്ടുമുക്കാലും സ്റ്റേഷൻ പരിധിയിലുള്ള ആളുകൾക്ക് അത് ആവശ്യപ്പെട്ടിരിക്കുന്നവർക്ക് അത് കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിയാകുമ്പോൾ അന്നത്തെ നൈറ്റ് ഓഫീസറുടെ നമ്പർ ഞാൻ അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ അന്നത്തെ പെരുമ്പാവൂർ DYSP ശ്രീ ബിജുമോൻ സാറായിരുന്നു. ഈ മോഷണത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അദ്ദേഹം മറ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ജീപ്പുകളും ഈ സ്റ്റേഷൻ പരിധിയിൽ രാത്രി പട്രോൾ നടത്തിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്തു വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്നെ ജിജിമോൻ DYSP സാർ, അദ്ദേഹം നേരത്തെ പെരുമ്പാവൂർ DYSP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് പെരുമ്പാവൂരാണ്. അദ്ദേഹം എന്നെ രാത്രി ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നേരെ എതിർവശമുള്ള വീട്ടിൽ കള്ളം കയറിയതായിട്ട് സംശയമുണ്ട്, അവിടുന്ന് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ആ വീട്ടിലെത്തി. കൂടെ വയർലെസ് സെറ്റിൽ വിളിച്ച് പറഞ്ഞ് മറ്റു ജീപ്പുകളും എല്ലാം അവിടെ എത്തി. വലിയ താമസമില്ലാതെ തന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ വീട്ടിലുള്ള ആൾ സ്വന്തമായി തോക്കൊക്കെ ഉള്ള ആളാണ്. അയാൾ രാത്രി ഉറക്കത്തിനിടയ്ക്ക് ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഇറങ്ങി ജനലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു മണ്ണെണ്ണയുടെ ഒരു സ്മെല്ല് പോലെ അയാൾക്ക് സംശയം തോന്നി. അയാളങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ജനലിൻ്റെ പാളി തുറന്നു കിടക്കുന്നു. അവിടെയുള്ള ഗ്രില്ല് അറുത്തും വച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാൾ തോക്കെടുക്കാൻ വേണ്ടി അലമാരി തുറന്ന് തോക്കെടുത്ത് വന്നതിന് ശേഷം അയാൾ അവിടെയൊക്കെ നോക്കിയെങ്കിലും ആളെ കണ്ടില്ല. ഉടൻ തന്നെ ജിജിമോൻ DYSP സാറിനെ വിളിച്ചറിയിച്ചു. അങ്ങനെയാണ് ഞങ്ങളെല്ലാം അവിടെ വന്നത്. അപ്പോൾ ഏകദേശം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇയാളുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ അന്ന് ആ വീട് മുഴുവൻ പരിശോധിച്ചെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല. പക്ഷേ ആ വീട്ടിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു. അത് ഈ ബർമൂഡ കള്ളൻ തന്നെയായിരുന്നു. അതല്ലാതെ തന്നെ ഈ നൈറ്റ് പട്രോൾ ശക്തമായതിന് ശേഷം ചില വീടുകളിൽ രാത്രി അവിടുന്ന് ഫോൺ കോൾ കിട്ടി. പോലീസ് അവിടെ എത്തിയതിന് ശേഷം അവിടെ അന്വേഷണമൊക്കെ നടത്തി. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ സമീപത്തുള്ള വീടുകളിലൊക്കെ ഇയാൾ അവിടെ വരുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും അയാൾക്ക് ഒരു വേഷം തന്നെയാണ്. ഒരു ബർമൂഡ ധരിച്ചിരിക്കും, ബനിയൻ ധരിച്ചിരിക്കും. ബനിയനിൽ നൈക്കിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അത് ഇരുട്ടത്ത് നല്ല തെളിഞ്ഞ് കാണാൻ പറ്റും. അയാൾ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്, കയ്യിൽ ഗ്ലൗസ് ഉണ്ട്. ഇങ്ങനെയുള്ളൊരു കള്ളനാണ്. അപ്പോൾ ഇയാളുടെ മോഷണം നിരന്തര ശല്യമായതിനെ തുടർന്ന് ഇത് തടയാനുള്ള മാർഗ്ഗത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു. അതുപോലെ തന്നെ ഇത് ആരായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഇത് ഏതെങ്കിലും പുറമേ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ഇങ്ങനെ മോഷണം നടത്തി പോണ ആളാണോ എന്നുള്ള കാര്യം സംശയം തോന്നി. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇത് ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധി, അതുപോലെ തന്നെ കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധി, കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കുറേ മോഷണങ്ങൾ ഉണ്ടാകുന്നതാവും. പിന്നീട് കുറച്ച് നാളത്തേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു. അപ്പോൾ പിന്നെ ആളുകളങ്ങ് മറന്നു കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ മോഷണം നടക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടു. അതിൻ്റെ രീതികൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഉള്ളിടത്ത്
ഇയാളെ കൃത്യമായിട്ട് CCTVയിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. വല്ലം ഭാഗത്ത് പഴയ കാമറി ഐസ്ക്രീം, ആ ഐസ്ക്രീം കമ്പനിയോട് ചേർന്നിട്ടുള്ള അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള വീട്, ആ വീട്ടിൻ്റെ പുറകുവശത്ത് ഗ്രില്ലറുത്ത് ഇങ്ങനത്തെ ഒരു മോഷണം നടന്നിരുന്നുണ്ട്. അതുപോലെ കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചില മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതോ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ഇവിടെ വന്ന് അയാൾ ആലുവയിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് വല്ലതും താമസിച്ച് അവിടെ നിന്ന് രാത്രി വന്നിട്ട് മോഷണം നടത്തി പോകുന്നതായിരിക്കും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ 2017 മുതൽ ഇയാൾ ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ സ്റ്റേഷൻ പരിധിയിലും കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലും കോതമംഗലത്ത് സ്റ്റേഷൻ്റെ പരിധിയിലുമൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു മോഷണം ഏകദേശം അന്ന് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഒരു 10-16 കേസുകൾ ഇതേ ഇതുപോലെ തന്നെയുള്ള മോഷണങ്ങൾ നടന്നിട്ടുള്ളതായി മനസ്സിലായി. അപ്പോൾ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രവർത്തനങ്ങൾ നടത്തണേ എന്നുള്ളത് ബോധ്യപ്പെട്ടു. അതുപോലെ ഏത് സമയത്ത് വേണമെങ്കിലും ഇങ്ങനത്തെ മോഷണം നടക്കാം എന്നുള്ളൊരു ചിന്തയും ഉണ്ടായി. ഇത് ഞങ്ങളുടെ പോലീസിനിടയിൽ വലിയൊരു സംസാര വിഷയമായി മാറി. പ്രത്യേകിച്ച് പെരുമ്പാവൂർ സബ് ഡിവിഷനിൽ പെരുമ്പാവൂർ DYSPയുടെ കീഴിലുള്ള സ്റ്റേഷനുകളാണ് കുറുപ്പംപടി, പെരുമ്പാവൂർ, ആ പരിസരങ്ങളിലാണ് കൂടുതലും മോഷണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് നൈറ്റ് പട്രോൾ നടക്കുന്ന സമയത്ത് തോക്കുമായിട്ട് മാത്രമേ പുറത്തേക്ക് പോകാമുള്ളൂ എന്നും ഇങ്ങനെയൊരു ആളെ സംശയകരമായ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളെ ഏത് രീതിയിലാണെങ്കിലും പിടിക്കണം എന്നുള്ള കാര്യം കൃത്യമായ നിർദ്ദേശം അന്നത്തെ പെരുമ്പാവൂർ DYSP ഞങ്ങൾക്ക് തന്നിരുന്നു. അങ്ങനെ വളരെ ഞങ്ങളെ കുഴക്കിയിരുന്ന ഒരു കള്ളനായിരുന്നു ഇയാൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഞാൻ എറണാകുളം സെൻട്രൽ AC ആയിട്ട് പോയി, ട്രാൻസ്ഫറായി പോയി. അതിനുശേഷം ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇതേ രീതിയിലുള്ളൊരു മോഷണം റിപ്പോർട്ട് ചെയ്തു. അത് ഞാൻ പെരുമ്പാവൂർ CI ആയിരുന്നപ്പോൾ മോഷണം നടന്ന ഒരു വീടിൻ്റെ, അത് പെരുമ്പാവൂർ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന MC റോഡിൻ്റെ സൈഡിൽ മലമുറി ഭാഗത്ത് റോഡിനോട് ചേർന്ന ഒരു വീട്ടിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അവിടെ ഒരു മോഷണം നടന്നു. അവിടെയാണ് വീട്ടമ്മ രാവിലെ എഴുന്നേറ്റ് അവർ ഭർത്താവാണെന്ന് കരുതി അവിടെ ആളനക്കം കണ്ടപ്പോൾ സംസാരിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞത് ആ വീട്ടിലായിരുന്നു. ആ വീടിൻ്റെ സൈഡിൽ കൂടി കിടക്കുന്ന ഒരു വഴിയിൽ കാനാമ്പറമ്പിൽ ഹഫീസ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ ഇതേ രീതിയിൽ തന്നെ ഒരു മോഷണം നടന്നു. അപ്പോൾ കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയാണ് അത്. പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ്റെയും കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ്റെയും അതിർത്തികളോട് ചേർന്ന് കിടക്കുന്നതാണ്. ആ കുറ്റകൃത്യം നടന്നത് കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ അതിൽ കുറുപ്പംപടി CIയും എല്ലാം അവരെ അന്വേഷണങ്ങൾ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അന്വേഷണം നടത്താനായിട്ട് കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെ അനീഷ് കുര്യാക്കോസ്, അതുപോലെ സുധീർ, ഇങ്ങനെ 2 പോലീസുകാരെ അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടവരാണ്. അവരാണ് ഇത്രയും നാൾ നമ്മൾ കുഴക്കിയ ഒരു കള്ളനെ കണ്ടുപിടിച്ചത്. അവർ ഈ കേസിൻ്റെ അന്വേഷണം സ്ക്വാഡംഗങ്ങളായിട്ട് അന്വേഷണം തുടങ്ങി. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12 ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ മോഷണം നടന്ന വീടിൽ നിന്നും ഏകദേശം ഒരു 1 കിലോമീറ്ററിനടുത്ത് ദൂരവശത്ത് MC റോഡിൽ നിന്ന് വളയഞ്ചിറങ്ങയ്ക്ക് ഒരു റോഡ് ആരംഭിക്കുന്ന ഒരു 3 കൂടിയ ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിലുള്ള ഒരു നഴ്സറിയുടെ ഭാഗത്തു നിന്ന് അവിടെ വച്ചിരിക്കുന്ന ഒരു CCTV ദൃശ്യത്തിൽ നിന്ന് ഒരു കൊട ചൂടിയ ആൾ, അന്ന് നല്ല മഴയുള്ള ദിവസമാണ്, ഒരു കൊട ചൂടിയ ആൾ നടന്നു പോകുന്ന ഒരു ദൃശ്യം ഈ അനീഷിനും സുധീറിനും കിട്ടി. ആ റോഡ്, മുന്നോട്ടുള്ള റോഡ് നേരെ വളയഞ്ചിറങ്ങിലേക്ക് പോകുന്നതാണ്. അത് തുടക്കത്തിൽ തന്നെ ആ റോഡ് തുടങ്ങുമ്പോൾ തന്നെ ആ റോഡിൽ നിന്ന് അല്ലപ്പുറയിലേക്ക് ഒരു വഴി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട റോഡ് വളയഞ്ചിറങ്ങിലേക്ക് പോകുന്ന റോഡാണ്. ആ ഭാഗത്ത് അവർ പോയി CCTV ദൃശ്യങ്ങളൊക്കെ നോക്കി അന്വേഷണം നടത്തിയിട്ട് അവിടെ നിന്ന് യാതൊരു വിവരവും അവർക്ക് കിട്ടിയില്ല. തുടർന്ന് ഈ അല്ലപ്പുറയ്ക്ക് പോകുന്ന റോഡ്, അതൊരു പ്രധാനപ്പെട്ട റോഡല്ല, അതൊരു പാടശേഖരത്തിലേക്ക് പോയിട്ട് ആ പാടശേഖരം കഴിഞ്ഞ് കയറി അല്ലപ്പുറ ജംഗ്ഷനിലെത്തുന്ന റോഡാണ്. അതിലേ അവർ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഭാഗത്ത് ദൂരെ നിന്ന് ഒരു CCTV ദൃശ്യം, അത് റോഡുമായിട്ട് വളരെ ദൂരെയാണ്, പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു രൂപം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ രൂപം അതിലെ കടന്നു പോകുന്ന ഒരു ദൃശ്യം കിട്ടി. അത് ഏകദേശം ഒരു 3-3:30 സമയത്തും കണ്ടാണ് അങ്ങനെ നടന്നു പോകുന്നൊരു ദൃശ്യം കിട്ടി. ആ വഴിയിൽ കൂടി ആളുകൾ അങ്ങനെ സാധാരണ രീതിയിൽ നടന്നു പോകുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യം കിട്ടിയതിനെ തുടർന്ന് അതിനെ പിന്തുടർന്ന് അവർ വീണ്ടും അന്വേഷിച്ച് അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഈ നടന്നു പോകുന്ന ആൾ കൃത്യമായിട്ട് അല്ലപ്പുറ ജംഗ്ഷനിൽ നടന്നെത്തുന്നതായിട്ടുള്ള വിവരം കിട്ടി. CCTV ദൃശ്യങ്ങൾ കിട്ടി. അങ്ങനെ അല്ലപ്പുറ ജംഗ്ഷൻ വരെ അപ്പോൾ ഇയാളെ ഫോളോ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ മോഷണം നടന്ന വീടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തോളം അയാൾ നടന്ന് എത്തിക്കഴിഞ്ഞു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അങ്ങനെ വന്നു കഴിയുമ്പോൾ അല്ലപ്പുറ ജംഗ്ഷനിൽ നിന്ന് പെരുമ്പാവൂർ ദിശയിലേക്ക് നടന്നിട്ട് അയാൾ പാത്തിപ്പാലം എന്ന് പറഞ്ഞൊരു പാലമുണ്ട് അവിടെ. ആ പാലം ആരംഭിക്കുന്ന ഭാഗത്ത് ഒരു ഓട്ടോയിൽ കയറി, ഒരു ഓട്ടോ ഓട്ടോ കൈ കാണിച്ച് അയാൾ അതിനകത്ത് കയറി പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടി. ആ സ്ഥലത്ത് ഓട്ടോയുടെ നമ്പറൊന്നും ക്ലിയർ അല്ല. ആ ഓട്ടോയുടെ ടൈം എല്ലാം പോകുന്ന സമയമൊക്കെ നോക്കി പെരുമ്പാവൂർ ടൗണിൽ ഇത്തിരി കൂടി ക്ലിയർ ആയിട്ടുള്ള CCTV ദൃശ്യങ്ങളുടെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഓട്ടോയുടെ നമ്പർ മനസ്സിലായി. ഓട്ടോ ഡ്രൈവറെ വിളിച്ച് കണ്ട് ചോദിച്ചു. പക്ഷേ അയാളെ സംബന്ധിച്ചോളം അയാൾക്ക് പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല. അന്നേരം ഇത്രയും സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ദിവസം 5 or 6 അങ്ങോട്ട് കഴിഞ്ഞിരുന്നു. അയാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാത്രി പല ആളുകളും വന്ന് ഓട്ടോയിൽ കയറാറുണ്ട്, അല്ലാതെ അയാൾക്ക് ഇതിനൊക്കെ പ്രത്യേക ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അയാൾക്ക് ഈ രൂപം പോലും അയാൾ ശരിക്കും ഓർക്കേണ്ടായിരുന്നില്ല. പക്ഷേ അയാളെ സംശയിക്കേണ്ട രീതികളുണ്ടായിരുന്നില്ല. അയാൾ സ്ഥിരമായിട്ട് അവിടെ രാത്രി കിടന്ന് ഓടുന്നയാളും. അയാളുടെ CDR എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ഓട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്, പെരുമ്പാവൂർ ടൗണിലുണ്ട്. അയാളെ മറ്റ് സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ച് വീണ്ടും അന്വേഷണം വഴിമുട്ടി. പിന്നീട് ഈ സുധീറും അനീഷും കൂടി പുറകോട്ട് തന്നെ വീണ്ടും പാത്തിപ്പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷിച്ച് അവരങ്ങനെ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ഈ പാത്തിപ്പാലത്തിൻ്റെ അടുത്ത് വരുന്ന വാഹനങ്ങളെല്ലാം രണ്ടാമത് ഈ ഓട്ടോറിക്ഷയുടെ നമ്പർ പ്ലേറ്റ് കിട്ടിയ CCTVയുടെ ഭാഗത്തെത്തുമ്പോൾ ഉള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്ത് അവരൊന്നും കൂടെ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ഓട്ടോ ഇത്തിരി താമസിച്ചാണ് വരണമെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഒരു അല്പസമയം താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും ഇയാളോട്, ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് അവർ കണ്ട് ചോദിച്ചപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു ഈ ഇടയിലും കണ്ട് വഴിയിൽ അയാളെ ഇറക്കി വിട്ടതായിട്ട്, പാത്തിപ്പാലത്തിനും പെരുമ്പാവൂർ ടൗണിനും ഇടയിലായിട്ട് ഇയാളെ എവിടെയോ ഇറക്കി വിട്ട അങ്ങനെ ഒരു ചെറിയ സംശയം അയാൾ പറഞ്ഞു. പക്ഷേ അന്നും കൃത്യമായിട്ട് ആളെക്കുറിച്ചുള്ള വിവരണങ്ങളൊന്നും അയാൾക്ക് പറയാൻ പറ്റിയില്ല. പക്ഷേ അയാളെ ഇറക്കി വിട്ടു പറഞ്ഞത് അവിടെ പെരുമ്പാവൂർ ടൗണിൽ ഒരു ലക്കി തിയേറ്റർ ഉണ്ട്. ആ ലക്കി തിയേറ്ററിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഒഴിഞ്ഞ പറമ്പുണ്ട്. ആ ഒഴിഞ്ഞ പറമ്പിൻ്റെ ഭാഗത്തും കണ്ടാണ് ഇറക്കി വിട്ടത് എന്നുള്ള ഒരു വിവരം ഇവർക്ക് കിട്ടി. ഇവർ തുടർന്ന് ആ ഭാഗം കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഓട്ടോറിക്ഷ നിർത്തി എന്ന് പറയുന്ന ആ ഭാഗത്ത് ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങൾ കിട്ടിയില്ലെങ്കിലും അവിടെ ഒരു ഒഴിഞ്ഞ റോഡ്, അത് ഈ ലക്കി തിയേറ്ററിന് മുമ്പായിട്ട് സൈഡിലേക്ക് ഒരു ഒഴിഞ്ഞ പറമ്പ് കിടക്കുന്നുണ്ട്. ആ ഒഴിഞ്ഞ പറമ്പിൻ്റെ സൈഡിൽ കൂടി ഒരു റോഡുണ്ട്. ആ റോഡിൽ നിന്ന് ഒരു കാറ് പുറത്തേക്ക് ഇറങ്ങി വന്ന രീതിയിലുള്ള ഒരു ദൃശ്യം കിട്ടി. കാറിൻ്റെ നമ്പറോ ഇതൊന്നും വ്യക്തമല്ല. ഒരു കാറ് പുറത്തേക്ക് ഇറങ്ങി വന്ന ദൃശ്യം കിട്ടി. അതിനെ അവർ പിന്തുടർന്ന് അന്വേഷിച്ച്. അപ്പോൾ പെരുമ്പാവൂർ ടൗൺ കഴിഞ്ഞ് ഈ കാറ് പോകുന്നുണ്ട്. അത് കോതമംഗലം ദിശയിലേക്കാണ് പോകുന്നത്. കോതമംഗലം ദിശയിലെ അത് പോയി ഇരിങ്ങൂൾക്കാവിൻ്റെ ഭാഗത്തേക്ക് തിരിയുന്ന വഴിയുടെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഇരിങ്ങൂൾക്കാവിൻ്റെ ഭാഗത്തേക്കാണ് ഈ കാറ് തിരിഞ്ഞു പോകുന്നത്. ഇരിങ്ങൂൾക്കാവിലേക്ക് തിരിയുന്ന വഴിയുടെ അടുത്തേക്ക് കാറ് തിരിയുന്ന വരെ എത്തി അന്വേഷണം നിൽക്കുമ്പോഴാണ് ഒരു ഉത്തരേന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലെ ഒരു പ്രതിയെ അന്വേഷിച്ച് അനീഷനും സുധീറിനും ഉത്തരേന്ത്യയിലേക്ക് പോകേണ്ടി വരികയും ഈ കേസിൻ്റെ അന്വേഷണം അവിടെ വെച്ച് നിന്നുപോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ പാത്തിപ്പാലം ഇരിക്കുന്ന റോഡിൽ തന്നെ ഇതേ രീതിയിലുള്ള വീണ്ടും ഒരു മോഷണം നടന്നു. ആ സമയത്ത് അന്വേഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധീറും അനീഷ് കുര്യാക്കോസും തിരിച്ചെത്തിയിരുന്നു. ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നതിനെ തുടർന്ന് അത് ആ വഴി തന്നെ ആയതുകൊണ്ടും അവിടെ നിന്ന് വീണ്ടും അന്വേഷണം നടത്താനുള്ള തീരുമാനം അവരെടുത്ത് ഈ പാത്തിപ്പാലത്തിനും പെരുമ്പാവൂർ ടൗണിനും ഇടയിലുള്ള ലക്കി തിയേറ്ററിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൻ്റെ ആ ഭാഗത്തുള്ള CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ അവിടെ തന്നെയാണ് ഒരു കാറ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അതേ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു കാറ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു ദൃശ്യം അവർക്ക് കിട്ടി. അവർ ആ കാറിൻ്റെ പുറകെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഇതുപോലെ തന്നെ ആ കാറ് ഇരിങ്ങൂൾക്കാവിൻ്റെ ഭാഗത്തെത്തി കഴിഞ്ഞപ്പോൾ ഇരിങ്ങൂൾക്കാവിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഈ മോഷണവും ആ കൊട ചൂടി പോയ ആളും ഇതുമൊക്കെ ആയിട്ട് എന്തോ ബന്ധമുള്ളതായിട്ട് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇരിങ്ങൂൾക്കാവിൻ്റെ ഭാഗത്തേക്കുള്ള വീടുകളിൽ അതുപോലെ ആ ഭാഗത്തൊക്കെ അവർ രഹസ്യമായിട്ട് വിശ്വസിക്കാവുന്ന പഞ്ചായത്ത് മെമ്പർമാരെ പോലെയുള്ള ചിലരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു കാറിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയെങ്കിലും അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും കിട്ടിയില്ല. അത് ഒരു വാഗണാർ രീതിയിലുള്ള കാറാണ്, ചെറിയ കാറാണ്. അതിൻ്റെ കളറ് വൈറ്റാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ആ കാറിനെക്കുറിച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തിയെങ്കിലും അങ്ങനെ അവിടെ ആർക്കും അങ്ങനെ ഒരു കാറുള്ളതായിട്ട് അവർക്ക് മനസ്സിലായില്ല.
അങ്ങനെ വീണ്ടും ഇരിങ്ങുൾക്കാവിൻ്റെ പരിസരമൊക്കെ അന്വേഷിച്ചതിന് ശേഷം അത് അവിടുന്ന് തെളിവുകളൊന്നും കിട്ടാതെ തന്നെ വീണ്ടും തുടർന്ന് മുന്നോട്ട് ഒരു 5 കിലോമീറ്ററോളം വീണ്ടും ചെന്ന് അവിടെ ഒരു കാളംകുളങ്ങര എന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അന്വേഷണം നടത്തി വന്നപ്പോൾ അവിടെ പാടത്തിനോട് ചേർന്ന് ഒരു ജോണി എന്ന് പറഞ്ഞ ഒരാൾ കുറേ നാളുകളായിട്ട്, അയാൾ ആ സ്ഥലത്തുകാരനല്ല, അയാൾ തമിഴ്നാട് സ്വദേശിയും കണ്ടാണ്, ഇവിടെ വന്ന് അയാൾ കൃഷിയൊക്കെ നടത്തി ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടി. അയാളുടെ വീട് ഈ കാളംകുളങ്ങര ആ ക്ഷേത്രത്തിന് മുന്നിൽ കിടക്കുന്ന ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങ് ചെന്ന് പാടത്തിൻ്റെ സൈഡിലാവുമ്പോൾ പാടത്തിൻ്റെ സൈഡിലെത്തുന്നിടത്താണ് ആ വീട്. അവിടെ ഇവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു കാറ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ജോണിയെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ജോണി പ്രത്യേകിച്ച് അയാൾക്ക് പണിയൊന്നുമില്ല, അയാൾ പക്ഷേ കൃഷിയാണെന്നൊക്കെ പറഞ്ഞാണ് ജീവിക്കുന്നത്. ഇയാൾക്ക് കാറുണ്ട്, കൂടുതൽ മറ്റാളുകളായിട്ടും ഒന്നും യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇയാളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ ഇവരും കൊണ്ട് കൂടി വേഷമൊക്കെ മാറി ലുങ്കിയെ കൊടുത്ത് അവർ ആ ഭാഗത്തൊക്കെ പോയി ഈ കാറൊക്കെ നോക്കി അവർക്ക് ഉറപ്പ് വരുത്തി. അങ്ങനെ ഇയാളായിരിക്കും പ്രതി എന്നുള്ള ഏകദേശം ഒരു ധാരണയിലേക്ക് അവർ വന്നു. ആദ്യം മോഷണം നടന്ന വീടിൻ്റെ ഏകദേശം 3/4 കിലോമീറ്റർ അപ്പുറം മാറി ഇയാൾ നടന്നു പോകുന്ന ഒരു CCTV ദൃശ്യവും പിന്നെ രണ്ടാമത്തെ മോഷണം നടന്നപ്പോഴുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ അവർ അന്ന് CA ഒക്കെ ഏതോ ഡ്യൂട്ടിയിലാണ്. അങ്ങനെ ഇവർക്ക് മനസ്സിലായതിനെ തുടർന്ന് അവർ CA ഒക്കെ വിവരം അറിയിച്ച് അങ്ങനെ ഇയാളുടെ വീട്ടിലെത്തി ഇയാളെ വേഷം യൂണിഫോമിലൊന്നും അല്ലാതെ അവിടെ അയാളുടെ അടുത്ത് ചെന്ന് അയാളുടെ അടുത്ത് പേരൊക്കെ ചോദിച്ചു. അപ്പോഴാണ് പേരും വിലാസമൊക്കെ മനസ്സിലാക്കുന്നത്. പേരൊക്കെ ചോദിച്ചതിന് ശേഷം അയാൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു പോലീസല്ലേ എന്ന്. കാരണം അയാൾ പോലീസ് വരും എന്നുള്ള ഏകദേശം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് 2016 ഇയാൾ വയനാട്ടിലെങ്ങാണ്ട് മോഷണ കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്നു. അതിനുശേഷം അവിടുന്ന് 2017 പെരുമ്പാവൂർ കുറുപ്പമ്പടി ഭാഗത്ത് അയാളൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. ഇതിൽ അതിശയകരമായൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെ ഹാഫിസ് കാനാമ്പുറം ഹാഫിസിൻ്റെ തന്നെ ഒരു സഹോദരൻ്റെ ഒരു വീട്ടിലായിരുന്നു ഇയാൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ ഒഴിഞ്ഞ വീട് അയാൾ മേടിച്ചിട്ടിരുന്ന വീടായിരുന്നു. അത് പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് ബോധ്യപ്പെട്ടത്. അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ 22ഓളം കേസുകളാണ് തെളിഞ്ഞത്. അങ്ങനെ അയാളെ അറസ്റ്റ് ചെയ്തു. അയാൾ മോഷണം നടത്തിയ മുതലുകളൊക്കെ അയാളുടെ അടുത്ത് ബന്ധുബസ്സിലെടുത്തു. തുടർന്ന് അയാൾ ജയിലിലായിരുന്നു. ഇപ്പോൾ അയാൾ വീണ്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും പെരുമ്പാവൂർ ഭാഗത്തല്ല മറ്റേതോ ജില്ലയിൽ വീണ്ടും കേസിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യം നടത്തുകയും ഇവിടുത്തെ കേസിൻ്റെ വിവരങ്ങൾ അറിഞ്ഞ് അയാൾ വീണ്ടും പിടിക്കപ്പെടുകയും ചെയ്തു എന്നാണ് എൻ്റെ അറിവ്. ഒരു അച്ഛനും അമ്മയെന്നാണ് ആദ്യം പറഞ്ഞ് അവർ ഈ കുട്ടിയും കൊണ്ട് അവർ ആശുപത്രിയിലെത്തുന്നു. കുട്ടിക്ക് മുലപ്പാൽ തലയിൽ കയറിയതാണ്, മുലപ്പാൽ തലയിൽ കയറിയതാണെന്ന് പറഞ്ഞാണ് അവർ ജനറൽ ആശുപത്രിയിലെത്തുന്നത്. പക്ഷേ അവിടെ പരിശോധിച്ച ഡോക്ടർമാർക്ക് അത് സംശയം തോന്നിയതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് മുലപ്പാൽ തലയിൽ കയറിയ അല്ലാതെ കുട്ടിക്ക് പരിക്കേറ്റതായിട്ട് ബോധ്യപ്പെട്ടു.